ഹലോ ഗൈസ്, വെൽക്കം ടു ടർബോ ടോക്സ്. ഇന്ന് നമുക്ക് വർക്കിന് വന്നിരിക്കുന്നത് 2013 മോഡൽ XUV500 ആണ്. ഇത് W8 വേരിയന്റ് ആണ്. ഇത് കസ്റ്റമറിന്റെ ആവശ്യം എന്ന് പറയുന്നത് സ്റ്റീരിയോയും 360 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അൺപ്ലഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കാസ്കിൻ എന്ന് പറഞ്ഞ മോഡൽ സ്റ്റീരിയോ ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടുള്ള 4GB 64 വരുന്ന 4GB 64GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന ഒരു സ്റ്റീരിയോ ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ W8 വേരിയന്റ് ആയിട്ട് ഇതിന്റെ പാനലും അതുപോലെ ഇതിന്റെ ക്യാൻവസും ആഡ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ബാക്കി വർക്കിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. XUV500 ഇന്റീരിയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു 7 ഇഞ്ച് സ്റ്റീരിയോ ആണ് ഇതിൽ OE വരുന്നത്. നമ്മൾ ഈ ഒരു 7 ഇഞ്ച് മാറ്റി 9 ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട് AC ഫംഗ്ഷനും അതുപോലെ ഡോർ ഓപ്പണിംഗ് ക്ലോസിംഗ് ഫംഗ്ഷനും പിന്നെ അതുപോലെ ഈ വണ്ടിയിൽ വരുന്ന സ്റ്റിയറിംഗ് കൺട്രോൾ ഫംഗ്ഷനും എല്ലാം നമ്മൾ പുതിയ സ്റ്റീരിയോയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവസ് എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്യാൻവസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ AC ഫംഗ്ഷൻ എല്ലാം ഇതിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ, വോയിസ് കൺട്രോൾ അതെല്ലാം ആഡ് ചെയ്യുന്നത് ഈ ക്യാൻവസ് വഴിയാണ്. ഈ വണ്ടി നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുന്നേ മറ്റൊരു സ്ഥലത്ത് നിന്ന് സ്റ്റീരിയോ മാറ്റാൻ നോക്കിയിരുന്നു. അവിടുത്തെ ടെക്നീഷ്യൻസ് സ്റ്റീരിയോ ഫ്രെയിം ഊരാൻ അറിഞ്ഞുകൂടാതെ ഫ്രെയിമിൻ്റെ സൈഡിലെ പേസ്റ്റിങ്ങും ക്ലിപ്പും പൊട്ടിച്ച അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. പൊട്ടിയ ഫ്രെയിം നമ്മൾ ഫൈബർ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഫ്രെയിം ഒട്ടിച്ചെടുക്കുകയാണ്. ഫൈബർ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് പൊട്ടിയ പ്ലാസ്റ്റിക് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാൻ പറ്റും.